എംപിമാരെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി. ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടും പ്രതിപക്ഷത്തെയാണ് സർക്കാർ കുറ്റപ്പെടുത്തുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. പ്രതിഷേധിക്കുന്ന എല്ലാവരെയും പുറത്താക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് NK പ്രേമചന്ദ്രൻ MP കുറ്റപ്പെടുത്തി. ലോക്സഭയിൽ നടന്ന സംഭവവികാസങ്ങളെ ലഘൂകരിക്കാനും അത് വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ മുന്നോട്ട് പോകാനാണ് കേന്ദ്ര സർക്കാരും ലോക്സഭാ സെക്രട്ടറി ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതുവരെയും ഹൌസിൽ പോലും ഈ സംഭവം ഉണ്ടായിട്ട് അന്ന് വന്നില്ല, അതിന്റെ പിറ്റേ ദിവസം ഇന്നലെ വന്നില്ല, ഇന്ന് വരുമെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. പ്രതിഷേധം രേഖപ്പെടുത്തിയ 13 പാർലമെന്റ് അംഗങ്ങളെ ഏകപക്ഷീയമായി ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് BJP പുലർത്തിപ്പോരുന്ന ഒരു നയത്തിന്റെ ഭാഗം തന്നെയാണ്. കാരണം 71 പേരെയാണ് 19ാം ലോക്സഭയുടെ കാലയളവിൽ ഇതിനകം തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം പ്രതിപക്ഷത്തെ ഒഴിവാക്കി തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഒരു സെഷൻ പൂർണ്ണമായും അവർ ചെയ്തത്.